ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മളെ ക്ഷണിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വചന വിരുന്നിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ നാമം മഹത്വപ്പെടുത്താം. ഈശോയോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ നിമിഷവും വചനത്താൽ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ആത്മാവിന് പോഷണവും രക്ഷയുമായി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് അനുഗ്രഹ കാരണമാകട്ടെ. സകല വിശുദ്ധരെ മാലാഖമാരെ പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന വഴികൾ അറിഞ്ഞ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റിയാലാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ സന്തോഷിക്കുവാനും പറ്റുള്ളൂ. ഇവിടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. മനുഷ്യൻ്റെ വലിയ ഒരു തകർച്ചയുടെ കാരണമാണ് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോവുക, ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോവുക. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ കൂടെ നടക്കുന്നത് കാണാൻ പറ്റാതെ പോവുക. എന്നിട്ട് മനസ്സിൽ നിരാശപ്പെട്ടോ അല്ലെങ്കിൽ ദൈവത്തെ പഴിച്ചോ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോവുക. അല്ലെങ്കിൽ ദൈവത്തെ അറിയാമെങ്കിലും ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്ന ഒരു പറ്റം കാണുമായിരിക്കും. നമ്മൾ എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാരെ നോക്കിയാൽ അവർ ഈശോ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈശോയെ കാണാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് അവർക്കുണ്ടായ വലിയൊരു പരാജയം. പക്ഷേ ഈശോ കരുണ കാണിച്ച് ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ അവർക്ക് ഒരു അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹം കിട്ടിയപ്പോൾ മുതൽ അവർ സന്തോഷഭരിതരായി. അതുവരെ ഭയന്നിരുന്നവർ ധൈര്യം പ്രാപിച്ചു. അതുവരെ ദുഃഖിച്ച് തലതാഴ്ത്തി നിന്നവർ, മ്ലാനവദനരായി നടന്നവർ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ടും പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം കൊണ്ടും അവർ പൂരിതരായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മാർഗങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള അനുഭവങ്ങളും സംഭവങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാനപരമായ ദൗത്യം. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് അല്പസമയം കർത്താവിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അതിനെങ്ങനെ നമ്മളത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ നമുക്ക് അങ്ങനെ ദൈവിക ഇടപെടലുകളെ ഓർത്ത് ആനന്ദിച്ച് ആഹ്ലാദിക്കാം എന്ന് നമ്മളൊന്ന് ധ്യാനിക്കുക. സഹോദരങ്ങളെ, അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പല സമയങ്ങൾ, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ദൈവം ഇടപെടുന്നതിനെക്കുറിച്ചോ ദൈവം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചോ വലിയ തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നില്ല. അതായത് വ്യക്തിപരമായ ജീവിതത്തിലാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവുമായിരിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോ കൂടെ നടക്കുന്നുണ്ട്, ഈശോ എല്ലാം കണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് കാര്യത്തിൽ അച്ഛൻ വളരെ ഒരു പരാജയം അല്ലെങ്കിൽ വളരെ പിന്നോക്കമായിരുന്നു എന്നാണ് തോന്നിയിരിക്കുന്നത്. പിന്നീട് ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലും. അതുപോലെ അനേകരുടെ ജീവിത അനുഭവങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് അവലോകനം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈശോ എപ്പോഴും കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ അത്ഭുതം, ഈ അത്ഭുതത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ അത്ഭുതം എന്ന് പറയുന്നത് പ്രകടമായ ദൈവിക ഇടപെടലുകൾ, അതായത് നമുക്ക് ഇന്നലെ വരെ എങ്ങനെയല്ലായിരുന്നു ഇന്നിതാ ഇങ്ങനെയായിരിക്കുന്നു, അങ്ങനെയുള്ള അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെയാണ് നമ്മൾ അത്ഭുതം അല്ലെങ്കിൽ ദൈവ സഹായം, ദൈവിക ഇടപെടൽ നമ്മൾ വിളിക്കുക. ഉദാഹരണത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, ക്യാൻസർ മാറി. അപ്പോൾ നേരിട്ടുള്ള
ഒരു അത്ഭുത പ്രവർത്തനം. ദൈവം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമ്മൾക്ക് ഉള്ള അനുഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നോക്കിയാൽ നമ്മളത് കാണുന്നുണ്ട്. ഈശോ അനേകരുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും പിശാച് ബാധിതർക്ക് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് പ്രകടമായി അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് മനസ്സിലായി, അവർക്കത് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ദൈവാനുഭവമാണ്. ഇതാണ് നമ്മൾ കൂടുതലും അത്ഭുതം എന്ന് വിളിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, അങ്ങനെയുള്ള പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഈശോയുടെ നാമത്തിൽ അവർ കൽപ്പിച്ചപ്പോൾ പിശാച് വിട്ടുമാറി, അല്ലെങ്കിൽ രോഗം വിട്ടുമാറി, മുടന്തൻ എഴുന്നേറ്റു, മരിച്ചവർ പോലും ഉയർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പത്രോസിലെ മരിച്ചവർ ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ, ഈശോയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നതിനെ ആണ് സാധാരണഗതിയിൽ നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുക. അത് നേരിട്ട് നമ്മളുടെ ജീവിതത്തിൽ നേരിട്ടൊരു സംഭവം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിലൂടെ സംഭവിച്ചതാവാം. ഓക്കെ, പക്ഷേ അതിന് പ്രകടമായ ദൈവിക ഇടപെടലാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല, ദൈവം തന്നെയാണ് ഇടപെട്ടതെന്ന് നമുക്ക് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താറുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഈശോ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒട്ടനവധി മാർഗങ്ങളുണ്ട്. അനുദിനം അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിച്ചു പോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് ഒരു വ്യത്യസ്തമായൊരു മാർഗമെന്ന് പറയുന്നത് മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിരിക്കും. ചില സമയത്ത് നമ്മൾ കാണാറില്ലേ, നമ്മളിങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വരുമ്പോൾ, അതായത് വളരെ വലിയ അത്യാവശ്യം, ഒരു പണത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു സഹായം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉപദേശം ഒക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർ വന്ന് നമ്മളെ സഹായിക്കുകയോ നമ്മൾക്കൊരു ഉപദേശം തരികയോ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില വ്യക്തികളുടെ ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ, എന്തെങ്കിലും അതിനെ ഒരു അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നൊരു ഉപദേശം പോലെ നമുക്ക് തോന്നാറുണ്ട്, ഇല്ലേ? അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ധാരാളമായി കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിലൂടെ, അതിങ്ങനെ നേരിട്ട് നമ്മൾ പോയി ഒരു ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു കുമ്പസാരത്തിൻ്റെ സമയത്താവാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ സമയത്താവാം, ഒരു ആധ്യാത്മിക ഉപദേശം തേടുന്ന സമയത്താവാം. അത് അങ്ങനെ അല്ലാതെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ അനുദിന ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വ്യക്തികളിലൂടെ ഇങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് സത്യത്തിൽ ഒരു അത്ഭുതമാണ്, ദൈവിക ഇടപെടലിൻ്റെ ഒരു അത്ഭുതമാണ്. അങ്ങനെ നമ്മളതിനെ കണ്ടാൽ ഏതെല്ലാം വഴികളിലൂടെയാണ് ഈശോ നമ്മളെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. സിംഹക്കുഴിയിൽ വിശന്ന് വലഞ്ഞ് സിംഹം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ടും സിംഹം അദ്ദേഹത്തെ സ്പർശിക്കാതെ അദ്ദേഹം സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. പക്ഷേ 2-3 ദിവസങ്ങളായിട്ട് ഭക്ഷിക്കാതെ വിശന്ന് വലിഞ്ഞ് കിടക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? അത് ദാനിയേൽ പ്രവചനം 14-ാമത്തെ അധ്യായത്തിൻ്റെ 33 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചാൽ അതിനകത്ത് പ്രധാനപ്പെട്ട 1-2 വചനങ്ങൾ അച്ഛന് വായിച്ച് കേൾപ്പിക്കാം. പറയുകയാണ്, അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദായിൽ ഉണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കഴിയുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നൊക്കെ ഇവിടെ ഹബക്കുക്ക് എന്ന ആ പ്രവാചകനെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമാക്കുകയാണ്. അപ്പോൾ അനേകരെ ദൈവം ഒരു ഉപകരണമാക്കുകയാണ്. അതിനുശേഷം പറയുന്നത് ദൈവം ഹബക്കുക്കിനെ ഉയർത്തി, ദൈവാത്മാവ് ഹബക്കുക്കിനെ ഉയർത്തി അവിടെ ആ സിംഹക്കുഴിയിൽ എത്തിക്കുകയും അവിടെ ദാനിയേലിന് ഭക്ഷണം കൊടുക്കുകയും ദാനിയേൽ അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുകയാണ്. പ്രിയ സഹോദരൻ, അവിടെ പെട്ടെന്ന് ദാനിയേൽ പറയുന്ന ഒരു കൃതജ്ഞതയുടെ വാക്കുണ്ട്. 38-ാമത്തെ തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, ദൈവം നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഓരോ സമയത്തും ദൈവം നമ്മളെ ഓർമ്മിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് ഓരോരുത്തരെ അയച്ച് അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവചനങ്ങൾ നിറവേറുന്നത് മറ്റു വ്യക്തികളുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു വ്യക്തികളോടുള്ള സ്നേഹം, അവരെ നമ്മൾ കരുതുന്നത്, അവരുടെ ജീവിതത്തിലൂടെ ദൈവം ഇടപെടുന്നത് മനസ്സിലാക്കുന്നതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മാർഗ്ഗമാണ്. എല്ലാവർക്കും ദൈവം ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാലാഖ വന്ന് കൊടുക്കുകയാണ്. അവിടെ സ്നാപക യോഹന്നാനെക്കുറിച്ച് ചില പ്രവചനങ്ങൾ മാലാഖ പറയുകയാണ്. ഇവൻ ഇങ്ങനെയായിരിക്കും, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അങ്ങനെ പറയുന്നിടത്ത് പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. 15-ാമത്തെ തിരുവചനം, വിശുദ്ധ ലൂക്ക 1:15. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇത് വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പ്രവചനം. എന്നാൽ ഈ പ്രവചനം പൂർത്തിയാകുന്നത് അവൻ്റെ അമ്മയിൽ, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ അമ്മയാകുന്ന എലിസബത്തിൻ്റെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നേരിട്ട് അയച്ചുകൊണ്ടല്ല, മറിച്ച് അവിടെ പരിശുദ്ധ കന്യകാമാതാവിനെ ഒരു ഉപകരണമാക്കുകയാണ് ദൈവം. പരിശുദ്ധ കന്യകാമാതാവിനോട് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്, ഇതേ നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണ്. പെട്ടെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ഉൾപ്രേരണ തോന്നുകയാണ്. പോയി ചാർച്ചക്കാരിയായ ഈ എലിസബത്തിനെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണല്ലോ, അവളെ ഒന്ന് പോയി ശുശ്രൂഷിച്ചേക്കാം. നോക്കിക്കുക, ഒരു മാനുഷികമെന്ന് പറഞ്ഞാൽ ദൈവ അംശമുള്ളത് തന്നെ, ദൈവികമായത് തന്നെ. പക്ഷേ സാധാരണഗതിയിൽ ആരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണത്. ഓക്കെ, എന്നാൽ പോയി അയാളെ ഒന്ന് സഹായിച്ചേക്കാം, അയാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ കേൾക്കുകയാണ്, അയൽപക്കത്ത് നമ്മൾ കേൾക്കുകയാണ്, അയൽപക്കത്ത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ആരെങ്കിലും ആസ്പത്രിയിലാണ്, എന്തോ ഒരു ഗൗരവമായ രോഗം വന്നു. വേഗം നമ്മൾ എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടേക്കാം. വേഗം നമ്മൾ പോയി അവരെ ആസ്പത്രിയിൽ സന്ദർശിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ അവരെ വീട്ടിൽ പോയി ഒന്ന് കാണുകയാണ്. നോക്കിക്കുക, അങ്ങനെ അവിടെ ഉള്ളിൽ കിട്ടിയ ഒരു സാധാരണമായ ഒരു ആന്തരിക പ്രചോദനം. ആ പ്രചോദനം അനുസരിച്ച് പരിശുദ്ധ കന്യകാമാതാവ് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് നേരത്തെ ഇങ്ങനെ ആലോചിച്ച് വിചാരിച്ച് അല്ലെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞൊന്നും അല്ല ചെല്ലുന്നത്. ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അവിടെ സ്നാപകനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടല്ല പോകുന്നത്. അങ്ങ് സാധാരണ ഗതിയിൽ ആത്മാവ് കൊടുത്തൊരു പ്രേരണ, ഒരു ആത്മപ്രേരണ അനുസരിച്ച് മുന്നോട്ട് പോയതാണ്. പ്രിയ സഹോദരങ്ങൾ, നോക്കിക്കേ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഒരുക്കിയ വ്യക്തി, ദൈവം ഒരുക്കിയ സാഹചര്യം, ആ സാഹചര്യത്തിൽ എന്തായിരുന്നോ സ്നാപക യോഹന്നാനെ കുറിച്ചുണ്ടായിരുന്ന പ്രവചനം, അത് നിറവേറുകയാണ്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മളെക്കുറിച്ചുള്ള ചില ദൈവിക വെളിപാടുകൾ അല്ലെങ്കിൽ ദൈവിക നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുമ്പോഴായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോഴോ ഒക്കെ ആയിരിക്കും. അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. അത് തിരിച്ചറിയാൻ പറ്റിയാൽ ഒന്നാമതായി നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. രണ്ടാമതായി നമ്മൾ നമ്മുടെ സഹജീവികളെ, സഹോദരങ്ങളെ വിലയുള്ളവരായി കാണും. അവർക്ക് അവരുടേതായി മൂല്യം നമ്മൾ കൊടുക്കും. കാരണം എന്താ? അവരിലൂടെ ഈശോ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ കണ്ടിരിക്കുന്നത് ചില നെഗറ്റീവ് അനുഭവങ്ങൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ സംഭവിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിട്ട് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ചില മോശമായ ശൈലികളും ചില വാക്കുകളും ചില എന്താ പറയുക ദൈവ ഹിതപ്രകാരമല്ലാത്ത പ്രവൃത്തികളുമൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് ഒരു പക്ഷേ മറ്റാരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു ഉപദേശം തരുമ്പോൾ, ഒരു ശാസന തരുമ്പോഴായിരിക്കും. ചിലപ്പോൾ നമ്മളെ കളിയാക്കുമ്പോഴായിരിക്കും, അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോഴായിരിക്കും. ഒന്ന് നോക്കിയേ, അങ്ങനെയുള്ള നമ്മുടെ സഹജീവികളുടെ, മറ്റു മനുഷ്യരുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, അയൽപക്കക്കാരുടെ, നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ ഇടപെടലുകൾ വഴി നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുകയാണ്. ഇതൊരു അത്ഭുതമാണ്. അപ്പോൾ ആ വ്യക്തി അപ്പോൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിൽ ആ മാറ്റം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടില്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഈ പരിശുദ്ധ കന്യകാമാതാവ് മനസ്സിലേക്ക് ചോദിക്കണം, ഇനിയിപ്പോൾ ഈ സമയത്ത് ഞാനും ഇപ്പോൾ ദൈവത്തിന് ഗർഭം ധരിച്ചിരിക്കുക, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു എന്ത് സംഭവിച്ചേനെ? ഹബക്കൂക്ക് ദാനിയേലിൻ്റെ കാര്യത്തിൽ ഹബക്കൂക്ക് പറയുമായിരുന്നു, എനിക്ക് അവിടെ ഒന്നും അറിയത്തില്ല, എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അപ്പോൾ നോക്കി, നമ്മൾക്ക് കിട്ടുന്ന ആത്മപ്രേരണകൾ, നമുക്ക് കിട്ടുന്ന ചില പ്രചോദനങ്ങൾ, ദൈവകരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ
പ്രകടമാകുന്നതിനുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് രീതിയിലാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഒന്ന്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും, രണ്ട്, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, നമ്മൾ മറ്റുള്ളവരിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനോട് തുറവിയുള്ളവരായിരിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ചെയ്യേണ്ട നന്മകളെക്കുറിച്ച്, സംഭവിക്കേണ്ട നന്മകളെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, അത് ഈ പ്രകൃതിയുടെ ഇടപെടലിലൂടെയാണ്. പ്രകൃതിയിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, സാഹചര്യം, ഈ സാഹചര്യങ്ങളുടെയും സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇവിടെ പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങൾ. പ്രകൃതി എങ്ങനെയാണ് മനുഷ്യന് ദൈവം ഒരു അനുഗ്രഹമായി ഒരുക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് 1-2 വചനങ്ങൾ ഞാൻ വായിച്ച് നിങ്ങളോട് പറയുകയാണ്. 25-26 തിരുവചനങ്ങളാണ്. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണ് എന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. അതായത് ധാന്യം കിട്ടുന്നില്ലെന്നല്ല, ഭക്ഷണം കിട്ടുന്നില്ലെന്നല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വചനം അഥവാ ദൈവത്തിൻ്റെ കൈയുണ്ട്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിൻ്റെയും, നമുക്ക് കിട്ടുന്ന ഈ ഭൗതികമായ അനുഗ്രഹത്തിൻ്റെയും ഈവൻ പ്രകൃതിയിൽ നമ്മൾ പറിച്ചെടുക്കുന്ന ഫലമൂലാദികളുടെയും ഒക്കെ പിന്നിൽ ദൈവത്തിൻ്റെ കരം ഉണ്ട്. അത് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന് പറയുകയാണ്. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഒന്നിക്ക് സൃഷ്ടികളിൽ സൃഷ്ടികളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഒരു തേങ്ങ ചുരണ്ടി ആ തേങ്ങ നമ്മൾ കറിയായിട്ടോ ചമ്മന്തിയായിട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ചട്നിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ആ തേങ്ങയുടെ പുറകിലുള്ള തെങ്ങും ആ തെങ്ങ് നട്ട് വളർത്താൻ അതിന് കാരണമായിരിക്കുന്ന ആദ്യത്തെ ആ ഒരു വിത്ത് തേങ്ങയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം നോക്കിക്കേ, ഒരു തേങ്ങ കൊണ്ടുപോയി നട്ടപ്പോൾ അതൊരു മരത്തിൻ്റെ രൂപം പ്രാപിച്ച്, ഒരു തെങ്ങിൻ്റെ രൂപം പ്രാപിച്ച്, എന്നിട്ട് ആ തെങ്ങ് വീണ്ടും തെങ്ങിൽ ധാരാളം തേങ്ങകളുണ്ടായി. എന്നിട്ട് ആ തേങ്ങകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന മുളച്ചു വന്ന ആ തേങ്ങ നട്ട നമ്മുടെ അപ്പനോ വല്യപ്പനോ ആയിരിക്കും, അപ്പൂപ്പനോ ആരെങ്കിലും ആയിരിക്കും. അവർ നട്ട ആ തേങ്ങ തെങ്ങായി മാറി, നമുക്കത് തേങ്ങയായി മാറി, ഇപ്പോൾ നമുക്കതൊരു ഭക്ഷണമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവാനുഗ്രഹവും ഒരു ദൈവ അത്ഭുതവും ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇവിടെ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. അങ്ങയുടെ വത്സല മക്കൾ ഇത് ഗ്രഹിക്കാൻ വേണ്ടി, അങ്ങയുടെ വചനമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ അധ്വാനിച്ചത് എന്ന് ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാവരെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃഷിക്കാരാണെങ്കിൽ കൃഷി, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഈ പ്രപഞ്ചത്തിൽ ദൈവം ഇടപെട്ട് നമ്മളോട് സംസാരിച്ച എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ, ഈശോയുടെ പ്രത്യേക സ്നേഹമാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമാണെന്നും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലൂടെ ഇടപെടുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള സകലതിനെയും, നമുക്ക് കിട്ടുന്ന ഓരോന്നിനെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാൻ പറ്റും. നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ അനുദിന ജീവിതത്തിൽ ഈശോയുടെ അനുഗ്രഹങ്ങളെ കണ്ടെത്തി അനുഗ്രഹത്തിന് നന്ദി പറയേണ്ടവരാണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചില സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ, സാധാരണഗതിയിൽ പോയാൽ ഒരു ദരിദ്രനായി ഒന്നും പഠിക്കാനൊരു സാഹചര്യം ഇല്ലാതെ നമ്മളങ്ങനെ ഒരു കൂലിപ്പണിക്കാരനായിട്ട് ജീവിക്കേണ്ട, കൂലിപ്പണിക്കാരനായിരിക്കുന്നത് അതിനകത്ത് തന്നെ മോശമൊന്നുമല്ല, പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആയി തീരേണ്ട ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് പാട്ട് പാടാൻ ഒരു ചാൻസ് കിട്ടി,
ഇന്നത്തെ കാലത്ത് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും ഒരു പാട്ട് വെറുതെ ഇങ്ങനെ പാടിയിട്ടു, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇട്ടു, അത് ആരെങ്കിലും ഒരാൾ കേട്ടു, അപ്പോൾ അത് നല്ലതാണെന്ന് പിന്നെ കുറേ ലൈക്ക് വന്നു, പിന്നെ അതിനെക്കുറിച്ച് സംഗീത സംവിധായകന്മാരത് അറിഞ്ഞു. അങ്ങനെ നോക്കി, ഈ ഒരു സാഹചര്യം വെറുതെ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയ ഒരു സാഹചര്യം, ആ സാഹചര്യം നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അത് നമ്മുടെ ഭാവി മറ്റൊന്നാക്കി മാറ്റുകയാണ്. അതൊരു എന്താ പറയുക, ബൈ ചാൻസ്. ചിലർ പറയും സാന്ദർഭികമായി സംഭവിച്ചു, ബൈ ചാൻസ്, അതങ്ങനെ സംഭവിച്ചതാണെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, ദൈവം ഒരുക്കിയൊരു മാർഗ്ഗമാണത്. ദർ ഇസ് നത്തിങ് ബൈ ചാൻസ്, എവറിതിങ് ഈസ് ബൈ ഗ്രേസ്. ഒന്നും അങ്ങനെ സാന്ദർഭികമായിട്ടില്ല, എല്ലാം കൃപയാലാണ് സംഭവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്നതാണെങ്കിലും കൃപയാലാണ് സംഭവിക്കുന്നത്, ഒന്നും ബൈ ചാൻസ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം, ധ്യാനിക്കാൻ തുടങ്ങണം. എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന എത്രയോ മാർഗങ്ങളുണ്ട്. നേരിട്ട് ഈശോ ഇടപെട്ടിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, നമ്മൾ ഈശോയുടെ കൂടെ ചേർന്നിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ധ്യാനങ്ങൾ കൂടിയപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു വശം. 2, മറ്റുള്ളവരിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവിക ഇടപെടലുകൾ നമുക്കുണ്ടായിട്ടുണ്ട്, വലിയ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3, പ്രകൃതിയിലൂടെ, നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിലൂടെ, സന്ദർഭങ്ങളിലൂടെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കൃതജ്ഞത പ്രകാശിപ്പിച്ചാൽ നമ്മൾ അനുഗ്രഹമുള്ളവരായിത്തീരും. നമ്മൾ തുടക്കത്തിൽ കേട്ട വചനമുണ്ടല്ലോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 20-21 തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് 21, ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല. പക്ഷെ നമുക്കതുണ്ടാകരുത്. നമ്മൾ ദൈവത്തെ അറിയണം, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ നമ്മൾ അറിയണം, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ നമ്മൾ കൂടുതൽ അനുഗ്രഹമുള്ളവരും നന്ദിയുള്ളവരുമായി മാറണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ തിരുവചനം കേൾക്കുവാൻ, അങ്ങയുടെ അനന്തമായ കൃപകളെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ തരാൻ ഇട വരുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവെ, ഓരോ നിമിഷം ഞങ്ങളെ അങ്ങയുടെ ഇടപെടലുകളെ ഓർമ്മിപ്പിച്ചു തന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ, കൃതജ്ഞതയിലേക്ക് നയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നിരന്തരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.